അമ്മ കിടന്ന് നിലവിളിച്ചിട്ടാണ് നമ്മളെ വിളിച്ചല്ലേ. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നോനെ കിട്ടിയേ. ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത്. ഈ 6 മാസം നിങ്ങൾ ഭക്ഷണം കഴിയാൻ കാശുവല്ലോ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു, ചായ കുടിയും വെള്ളം കുടിയും തന്നെ. ഒന്നും കഴിക്കുമ്പോഴത്തേക്ക് കാസിട്ട് എടുക്കുന്ന കണക്ക് തിരിച്ചറിയുന്നു. ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. നമ്മളെ വിസ്മയ ചാനലിന് ഒരുപാട് നന്ദി, നമ്മളെ സഹായിച്ചതിൽ. നമസ്കാരം. ഞങ്ങളൊരു വാർത്ത ചെയ്തായിരുന്നു. ഒരാളെ മിസ്സായിട്ട് ഒരു അമ്മ കരഞ്ഞു വിളിച്ച് നമ്മളെ വിളിച്ചായിരുന്നു. നമ്മളൊന്ന് വാർത്ത ചെയ്തായിരുന്നു. ആൾ തിരിച്ചു വന്നു കേട്ടോ. ഇവിടെ പോയി എന്താ പറ്റിയേ? ഒരു പയ്യ ഒരു ഒരുത്തമ്പതിനോട് പണിക്ക് വേണ്ടി കൊണ്ടുപോയതാണ്. അതായത് എന്നെ വലിപ്പിച്ചിട്ട് അവൻ നാട് വിട്ടു. അടുത്ത ട്രെയിനിൽ കയറി അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നില്ല്. 1 മാസം വരെ എങ്ങനെ മിസ്സായത്? 1 മാസം വരെ വിളിച്ചില്ലല്ലേ? 6 മാസമായില്ലേ? അവിടെ ഇരിക്കുകയാണ് ചേട്ടാ, ഇവനെ കാത്ത അവിടെ ഇരിക്കുകയാണ്. നാട്ടിൽ വരാൻ പോലും ടിക്കറ്റ് എടുക്കാൻ പോലും ഒരു പൈസയല്ല. ഉണ്ടാക്കിയത് മൊത്തം അവൻ കൊണ്ടുപോയി. ഇന്നലെ അവിടെ വന്ന ഒരു പയ്യ. എന്നിട്ട് നിങ്ങൾ എവിടെയൊക്കെ പോയി? ആന്ധ്ര മൊത്തം കറങ്ങി. പോയി അമ്മക്ക് കിട്ടിയത് പിന്നെ ഗുജറാത്തുനിന്ന്. ഗുജറാത്തിൽ പോയാ? ഓ, ആ സ്ഥലത്തു നിന്നാണ് കിട്ടിയത് എങ്ങനെ വേറൊരു ഒരാളിന്റെ നാട്ടിലാണ് ചെന്നത്. കടയിരിക്കായിരുന്നു. കടയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആശാന്റെ അടുത്ത് വെച്ച് സ്ഥലം എവിടെയാണെന്ന് വെച്ചു. സ്ഥലം ചോദിച്ചാൽ ഞാൻ എൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. തൊപ്പിച്ചെന്താ പെരുങ്കുളം പിയോ കണ്ണങ്കരയാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അമ്മയുടെ പേരെന്തായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ പേര് ലസിനി എന്നാണ്. ചേട്ടൻ്റെ പേര് തരാം, അജി എന്നാണ്. വേറെ ആരെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഏറ്റവും ഉള്ളൊരു ആളുണ്ട്. 2 പേരും പറഞ്ഞു, ബാബു എന്നാണ് പറഞ്ഞ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഒരാൾ അങ്ങനെ അടുത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചത് ഒരു കത്തിക്കാനായിട്ടൊരു തീപ്പെട്ടിയാണ് ചേട്ടാ ചോദിച്ചത്. അങ്ങനെ ഈ അഡ്രസ്സ് എൻ്റെ ചോദിച്ച് അങ്ങനെ വാ, നാട്ടിൽ എൻ്റെ ഒരു ഓഫീസുണ്ട്, നമുക്ക് അവിടെ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അത് 2 ദിവസം ആ ആളുടെ നാട്ടിലായിരുന്നു, വീട്ടിലായിരുന്നു. ഈ 6 മാസം നിങ്ങൾ ഭക്ഷണം കഴിയാൻ കാശുവല്ലോ ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നു, ചായ കുടിയും വെള്ളം കുടിയും തന്നെ. ഒന്നും കഴിക്കുമ്പോഴത്തേക്ക് കാസിട്ട് എടുക്കുന്ന കണക്ക് തിരിച്ചറിയുന്നു. ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. തള്ളയെ കാണണമെന്നൊരു കൊതിയായിപ്പോയി. ഒന്നും കഴിക്കണമെന്നും കൊതിയില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ മാന്യപ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ ഇയാളെ വാർത്ത ചെയ്തിരുന്നു. നമ്മൾ ഫോട്ടോ ഉൾപ്പെടെ, ഫോൺ നമ്പർ ഉൾപ്പെടെ നമ്മൾ കൊടുത്തിരുന്നു. കാരണം ഒരു അമ്മയുടെ കരച്ചിലാണ് അല്ലേ? അമ്മ കിടന്ന് നിലവിളിച്ചിട്ടാണ് നമ്മളെ വിളിച്ചല്ലേ. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നോനെ കിട്ടിയേ. ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് ഉണ്ണാതെ നിറഞ്ഞേ. എന്തായാലും ചേട്ടനല്ലേ സുരേഷ് ചേട്ടനല്ലേ? എങ്ങനെ എത്തിച്ചു അങ്ങോട്ട് തിരിച്ചതല്ല, ഈ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് രാവിലെ പണിക്ക് പോയതാണ്. പണിക്ക് പോയി ഇങ്ങനെ ഇന്ദിര ഓഡിറ്റോറിയത്തിൽ നിന്ന് നമ്മൾ ആ വീട്ടിൽ ചെന്ന് ഒരുപാട് അവര് ഒന്നിനും ഒന്നും ചോദിക്കൊന്നും ഇല്ലായിരുന്നു. ആര് രക്ഷപ്പെടുത്തിയോ? ഈ ഇന്ദിരയിൽ അവരാണ് ഭയങ്കര. അവര് എന്താണ് വിളിച്ചപ്പോഴത്തേക്ക് അവര് എല്ലാ ഫുള്ള് ഹെൽപ്പും ചെയ്തിട്ടില്ല പറഞ്ഞു. ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല. എന്റെ നമ്മളാ ചേട്ടാ ഒരുപാട് പൈസകൾ അത്രയും ആ പേരുടെ മേലെ നമ്മൾ പണയം വെച്ചാണ് പോയി. എന്റെ കൂടപ്പിറപ്പിനെ 1.5 ലക്ഷം രൂപയായി. 1 ലക്ഷം രൂപയായി. ഒരു കർണാടക സ്റ്റേറ്റിൽ പോയി 1.5 ആഴ്ചയോളം എൻ്റെ അനിയൻ പോയി നിന്ന്. അവനാണ് ഇതിന് അത്രയും നിന്നിട്ട്. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, നമുക്ക് ഒരു നല്ല ആ കൂടപ്പിറപ്പിനെ നമുക്ക് കളയാൻ പറ്റൂല. അങ്ങനെ കർണാടക സ്റ്റേറ്റിലുള്ളതാണ്. എൻ്റെ അനിയൻ്റെ പ്രായം പോലും ഇല്ല. അയാൾ ജോലി മെനക്കെട്ട് അയാൾ ഗ്യാസ് വണ്ടി ഓട്ടിക്കുന്ന ആളാണ്. അയാൾ വന്ന് എൻ്റെ അനിയന് വേണ്ടി ഈ കിടന്ന് ആഹാരം പോലും അയാൾ കഴിച്ചിട്ടില്ല. അത്ര നമുക്ക് വേണ്ടി പാടുവിട്ട് അദ്ദേഹം ഇതിന് വേണ്ടി എല്ലാം ചെയ്തു. കടയ്ക്കാവ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞന്മാരെ എല്ലാവരെയും മിരട്ടെ എടുക്കുക എല്ലാം ചെയ്തു. സ്റ്റേഷനിൽ ഹാജരാക്കി ജഡ്ജിയുടെ അടുത്ത് കൊണ്ടുപോയി. രായ്ക്ക് രാമാനൻ തന്നെ അവിടെ കൊണ്ടുപോയി എല്ലാം എഴുതിയിട്ട്. അപ്പൊ പറയാണ്, ഞാൻ എത്ര നാളായി സുരേ ഇവിടെ നിന്ന് പോയിട്ടത്? 5 വർഷമായിരുന്നു. 5 വർഷം അത്രയ്ക്കുള്ള ഇതേ ഉള്ളു. അല്ലെങ്കിൽ നമ്മൾ മേടിക്കൂല. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മേടിക്കില്ല. പുള്ളിക്ക് പൈസ തോന വേണം. 10ന്റെ നോട്ടുകളാണ് ആവശ്യം. അങ്ങനത്തെ ആളാണിത്. അങ്ങനെ പോയ കൂട്ടത്തിലാണ് അവൻ കൊണ്ടുപോയി 2 ആഴ്ച ജയിച്ച് ആഹാരം കഴിക്കാതെ ഒരു കവർ ബിസ്ക്കറ്റ് 3 ദിവസം തിന്ന് പട്ടിക്കും കൊടുത്തുകൊണ്ട് ചേട്ടാ ഞാൻ തിന്നെന്ന് പറഞ്ഞിട്ട് അനിയനെ വിളിച്ച് കാര്യം പറയുന്നു. അവൻ എവിടെ നിന്നൊക്കെ മേടിച്ചോ എടുത്തോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ആ ചേട്ടനെ നമുക്ക് എൻ്റെ പൊന്നു ചേട്ടൻ നമുക്ക് കൈവിടാൻ പറ്റില്ല. ആ ചേട്ടൻ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഈ മടനാക്കിലാണ്ടുള്ളൊരു പിന്നെ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഇതിനു വേണ്ടി മുൻഗണനയായിട്ട് നിന്ന് അവിടെ അറിയിച്ച് നമുക്ക് കിട്ടാൻ അവരെ അങ്ങനെ നമുക്ക് അവര് നിമിത്തമായിട്ട് അഴിച്ചാൽ. എൻ്റെ അനിയനാണ് ഇളയ മറ്റേ ലാലെന്ന് പറയും പുള്ളിക്കാരൻ. അവനെ പറ്റാവുന്ന പരമാവധി അവൻ കൊടുത്ത് അങ്ങനെ ആ പുള്ളിക്കാരൻ ഇങ്ങനെ അഴച്ചാണ് നമുക്കിത്
കിട്ടാനും എന്തായാലും അമ്മയുടെ മുഖത്ത് ആ ചിരി കാണാൻ വേണ്ടി ഞാൻ വന്നത്. നമുക്ക് കിട്ടി ചെയ്യും. നമ്മളടുത്ത് ഇങ്ങനെ നടക്കുന്നതല്ലേ ഏന്തിയാണ് നടക്കുന്നത്. വണ്ടി ഇന്ന് വീണ് എന്നിട്ട് രണ്ടാമത്തെ പറഞ്ഞ് എവിടെ ഇറങ്ങരുത്, ഇവിടെ നമ്മള് വേല ചെയ്തിട്ട് കാശല്ലേ കാശ് ഒരുപാട് പോയി ചേട്ടാ. കുഞ്ഞി ചെയ്തത് അമ്മക്ക് ഇപ്പൊ കിട്ടിയല്ലോ, മോനെ കിട്ടി, അമ്മ സന്തോഷമായി. സന്തോഷമായി. എന്നെ വിളിച്ചത് നിങ്ങളല്ലേ? ചാനലുകാർ നമ്മളെ വിസ്മയ ചാനലിന് ഒരുപാട് നന്ദി, നമ്മളെ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ തന്നെ ITV ചാനലിനും എല്ലാവരും നമ്മളെ സഹായിച്ച് നമുക്ക് ആളിനെ തിരിച്ചു കിട്ടിയതിൽ. ഇവിടുന്ന് വർക്കല ചെന്ന് വർക്കലയിൽ നിന്ന് അവനാണ് ഫുൾ ടിക്കറ്റ് എൻ്റെ ചിലവ് നോക്കിയത്. അത് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി അവനും ഞാനുമായിട്ട് അടിയായി. ലാസ്റ്റ് കുപ്പി സഹിതം എടുത്ത് അവൻ പണിയെടുത്തിട്ടേക്കണമെന്ന് പറഞ്ഞു. പണി കർണാടക സ്റ്റേറ്റിലെന്ന് പറഞ്ഞു. അവൻ എന്നെ ഇവിടുന്ന് ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നെ. അവസാനം അവനെ കണ്ടിട്ട് പോലുമില്ല ഇത്രയും കാലമായി. എനിക്ക് എൻ്റെ തള്ളയെ കാണണമെന്നൊരു ആഗ്രഹമായി. എനിക്ക് മനസ്സിൽ സങ്കടമായി. വരണമെന്നൊരു കൊതി ഉണ്ടായിരുന്നു. വിളി അച്ഛനായിപ്പോയി. മൊബൈൽ വേണ്ട കേട്ടോ, മൊബൈൽ വേണ്ടേ? മൊബൈലില്ലാത്തൊരു ഞാനും തിരിയും. എൻ്റെ പേര് സുരേഷ്, വീട്ടിൽ വിളിക്കുന്നതിന് സുരേഷ്. ഇല്ല എനിക്കറിയില്ല. മൊബൈൽ ഉണ്ടെങ്കിലല്ലേ ഏട്ടാ ഉപയോഗിക്കാൻ പറ്റൂ. അത് ഞാൻ ഉപയോഗിക്കാറില്ല. ഞാനൊരു തള്ള കാണാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. ഈശ്വരനെ കൈയെടുത്ത് അമ്മയെ കാണിച്ചാണ്. അച്ഛൻ മരിച്ചു. അച്ഛൻ്റെ തൊട്ട് താഴെ ഉണ്ട്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ. വിളിക്കുമ്പോഴൊക്കെ വരും ആശയായി. ചായപൊടിയും ഇതൊക്കെ തന്നെ, ചായപൊടിയും വെള്ളം കൂടിയും തന്നെ. ആഹാരം താമസം തരും കടയിലൊക്കെ തന്നെ, കടത്തേതൊക്കെ തന്നെ. അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ടിക്കറ്റ് എടുത്തോണ്ട് വരട്ടെന്ന് വെച്ച് പോയ ആശാനം പിന്നെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എത്ര വർഷം ഡാറ്റൊന്നും എനിക്കറിയില്ല. പോലീസുകാർ ഒരു മതില്ല, ഒരുപാട് പോലീസുകാരടുത്തൊക്കെ പറഞ്ഞു. അവിടുത്തെ ഭാഷ എനിക്കറിയില്ല കേട്ടോ, മലയാളം മാത്രമേ എനിക്കറിയാവൂ. അത് ഇതാണ് കാണാൻ ഞാൻ ആ പോലീസുകാരടുത്തും പറഞ്ഞു എനിക്ക് മലയാളം നിങ്ങളുടെ ഭാഷ എനിക്കറിയില്ല കേട്ടോ. നമുക്ക് എന്തൊക്കെ എന്തോ പറഞ്ഞു. 25 രൂപ ഉണ്ടായിരുന്നു ആ ചായ കുടിക്കാനുള്ള പൈസ. പിന്നെ ഫുള്ള് കൈയിട്ടങ്ങനെ ചോദിക്കണ എല്ലാം ആഹാരമൊക്കെ തന്നെ. എന്നെ കൂടി തിന്നാൻ പറ്റുന്നില്ല കേട്ടോ, കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ എടുക്കുന്ന ആഹാരം കഴിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാസറ്റ് എടുക്കുന്ന കണക്ക് തിരിച്ചു വരും. പിന്നെ ഒന്നും കഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ ചായ കുടി തന്നെ, ഫുള്ള് ചായ കുടിയും വെള്ളം കുടിയും.